السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ ജ്യേഷ്ഠ സഹോദരൻ നാസർ ബാലുശ്ശേരി, പ്രിയപ്പെട്ട സംഘടനാ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യ സഹോദരങ്ങളെ, നാട്ടുകാരെ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ ഈ പറമ്പിൽ ഒരുമിച്ചുകൂടി ലോകത്തിൻ്റെ രക്ഷിതാവ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് ജീവിത വിജയത്തിനു വേണ്ടി അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും ആലോചനകൾ നടത്താനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ റബ്ബ് സുബ്ഹാനഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതൊരു കാര്യവും വിശ്വാസി അനുഷ്ഠിക്കുമ്പോൾ ഒന്നാമതായി ഉണ്ടാകേണ്ടുന്നത് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായും കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരാൾക്കും എന്താണോ അയാൾ ഉദ്ദേശിച്ചത് അതാണ് ലഭിക്കുക. ഏത് കർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോഴും മുഅ്മിൻ ഒരു ദുആ ഉണ്ടാകണം, അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടി. ദീനിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുക എന്നത് ഏറെ പ്രതിഫലമുള്ള കാര്യമാണ്. അത് പള്ളിക്കകത്താണെങ്കിലും പള്ളിക്ക് പുറത്താണെങ്കിലും ഏത് സ്ഥലങ്ങളിലായിരുന്നാലും നമ്മുടെ നിയ്യത്തിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം വന്നു ചേരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത് അലൈഹിമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ഖുർആൻ ഓതുകയോ ഖുർആനുമായി ബന്ധപ്പെട്ട ദർസ്, അതിൻ്റെ പഠനം, ചർച്ചകൾ നടത്തുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ 4 പുണ്യങ്ങൾ അവർക്ക് ലഭിക്കുമെന്നാണ്. ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്ത്, റബ്ബിൽ നിന്നുള്ള സമാധാനം അവരിൽ വർഷിതമാകും. 2, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയും. 3, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. 4, അള്ളാഹു തൻ്റെ അടുത്തുള്ളവരോട് അഥവാ മലക്കുകളോട് ആ ഒരുമിച്ച് കൂടിയ ജനസമൂഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കും. ദുനിയാവിൻ്റെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി വന്നിരിക്കുന്നവരല്ല, അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നവരല്ല, മറിച്ച് ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള നീയത്തോടുകൂടി വന്നിരിക്കുന്നവരാണ്, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നവരാണ്. റഹ്മാനായ നാഥൻ ഈ 4 പ്രതിഫലങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എൻ്റെ മുമ്പുള്ള സംസാരത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൽ ഗൗരവതരമായ ചില ആലോചനകൾ നമുക്ക് ആവശ്യമാണ്. ഞാനും നിങ്ങളൊക്കെ വളർന്നു വലുതായി ഇന്ന് നമുക്ക് പേരുണ്ട്, മേൽവിലാസമുണ്ട്, അഡ്രസ്സുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഭൂസ്വത്തുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, സൗകര്യങ്ങളുണ്ട്, പലതുമുണ്ട്. പക്ഷേ വർഷങ്ങളുടെ പിറകിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്കറിയാനും കാണാനും സാധിക്കും, ഒന്നുമില്ലാത്തവരായി നമ്മൾ ഇങ്ങോട്ട് വന്നവരാണ്, ഒന്നുമില്ലാത്തവരായി തിരിച്ചു പോകേണ്ടുന്നവരുമാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ആരംഭഘട്ടത്തിൽ എങ്ങനെയാണോ നിങ്ങളെ നാം സൃഷ്ടിച്ചത് അതുപോലെ ഒറ്റക്ക് നിങ്ങളെ നാം എന്നിലേക്ക് തിരികെ കൊണ്ടുവരും. ഒറ്റക്കാണ് ഇങ്ങോട്ട് വന്നത്, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ, സ്വന്തമായി പറയാൻ ഒരു പേരില്ലാതെ ഒറ്റയ്ക്ക് ഈ ലോകത്തേക്ക് വന്നു. ഒറ്റക്കൊരു തിരിച്ചുപോക്കുണ്ട്. ഭാര്യ കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല, മക്കൾ കൂടെയില്ല, സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് കൂടെയില്ല, വാങ്ങിക്കൂട്ടിയ വില കൂടിയ വസ്തുക്കളൊന്നും കൂടെയില്ല. 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഈ ലോകത്തുനിന്ന് വിടയാക്കപ്പെടുന്ന ദിവസം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള വളരെ ചുരുങ്ങിയൊരു കാലഘട്ടമാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു കാര്യമല്ലേ? ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. മകന്റെ, മകളുടെ അല്ലെങ്കിൽ സഹോദരന്റെ, സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചു ഡ്രസ്സ് വാങ്ങണമെന്ന് തീരുമാനിച്ചാൽ താമരശ്ശേരിയിലെ, കൊടുവള്ളിയിലെയോ കോഴിക്കോട്ടെയോ ഒരു തുണിഷാപ്പിൽ ചെന്നാൽ എത്ര സമയമെടുക്കും നമ്മൾ മനസ്സിനിണങ്ങിയതൊന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി? കാരണം ധരിക്കാനുള്ള വസ്ത്രം ഏറ്റവും നല്ലതാകണം എന്നത് നമുക്ക് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ്. എന്തു വസ്തു വാങ്ങുമ്പോഴും നമ്മൾ അതിയായി ആലോചിക്കുന്ന ആളുകളാണ്. എന്നാൽ ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മരണശേഷം വരാനിരിക്കുന്ന പരലോക ജീവിതം, അതെന്താണെന്ന് മനസ്സിലാക്കാൻ
അവിടേക്ക് വേണ്ടി ഒരുങ്ങാൻ, ഈ ജീവിതത്തിന്റെ അർത്ഥവും അതിന്റെ ആശയവും മനസ്സിലാക്കാൻ നമ്മൾ അല്പം ചിന്തിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ? ആ ചിന്തയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഇതിന്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ നാഥൻ നമ്മെ സൃഷ്ടിച്ചു, ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് കണ്ണും കാതും തുറന്നു വെച്ച് ചിന്തിക്കാൻ പടച്ച തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മലർന്ന് കിടന്ന് കൈകാലിട്ടടിച്ച് വാവിട്ട് കരയാൻ മാത്രമാണ് നമുക്കറിയാമായിരുന്നത്. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അത് കഴിഞ്ഞാണ് നമ്മൾ ഇന്നിന്റെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെ വായുവുണ്ട്, നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെ വെള്ളമുണ്ട്, നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെ സൂര്യനും ചന്ദ്രനും ഒക്കെയുണ്ട്. എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം? ഈ ജീവിതത്തിലെ സൗകര്യങ്ങളെല്ലാം ആരാണ് നമുക്ക് ഒരുക്കി തന്നത്? അത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അല്പം ഗൗരവത്തോടുകൂടി ചിന്തിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ് ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ഏഴോളം വരുന്ന ദൃഷ്ടാന്തങ്ങൾ, ഏഴോളം വരുന്ന ഈ ലോകത്തെ അത്ഭുതങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ഒന്ന്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എത്ര അത്ഭുതകരമാണിത്. ഓരോ സെക്കൻഡിലും 365 കിലോമീറ്റർ ഇതിലേറെ വേഗതയിൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയും അതേ സമയത്ത് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ പ്രവിശാലമായ ഭൂമികോളം, അങ്ങനെയുള്ള 13 ലക്ഷത്തിലേറെ ഭൂമികളെ വെക്കാനുള്ള വലിപ്പമുള്ള സൂര്യൻ, ഭൂമിയിൽ നിന്ന് 14,68,00,000 കിലോമീറ്റർ അകലെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും സൂര്യൻ, ആ സൂര്യൻ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് വരുന്ന നക്ഷത്രഗോളങ്ങൾ, ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, മേലോട്ട് നോക്കിയാൽ അനന്തമജ്ഞാതമവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. പണ്ട് അങ്ങനെയാണ്, വീടിന്റെ മുറ്റത്തൊരു പായ വിരിച്ചിട്ട് മേലോട്ട് നോക്കി നക്ഷത്രങ്ങളെ നോക്കിയിരുന്ന, നക്ഷത്രങ്ങളെ എണ്ണിയിരുന്ന നമ്മൾ. ഈ കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളെ കൂട്ടിമുട്ടലുകളില്ലാതെ സംവിധാനിച്ചിട്ടുള്ളവൻ ആരാണ്? ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. രാവും പകലും മാറി മാറി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കോ നിങ്ങൾക്കോ അതിൽ പങ്കാളിത്തമില്ല. ളുഹർ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയും, പടച്ചോനെ ഉച്ചയായല്ലോ. മഗ്രിബ് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ഉമ്മമാര് പറയും, വല്യമ്മമാര് പറയും, ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ഇശാ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയും, പടച്ചോനെ ഇശാ ബാങ്ക് കൊടുത്തല്ലോ. അങ്ങനെ എത്രയെത്ര ദിനങ്ങൾ കടന്നുപോയി. നമ്മുടെ തലയിലെ താടിരോമങ്ങള് നരക്കാൻ തുടങ്ങി, ശരീരം ശുഷ്കിക്കാൻ തുടങ്ങി. പണ്ട് നടന്ന പോലെ ആവേശത്തിൽ നടക്കാൻ കഴിയുന്നില്ല, പണ്ട് നിന്ന പോലെ ദീർഘമായ സമയം നിൽക്കാൻ കഴിയുന്നില്ല. എത്ര പെട്ടെന്നാണ് ജീവിതത്തിലെ സമയം കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. രാവും പകലും മാറി മാറി സംഭവിക്കുന്നു, ദിനങ്ങൾ ഒന്നൊന്നായി കടന്നു പോകുന്നു. അതേപോലെ മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ, വാനലോകത്ത് നിന്ന് വർഷിക്കപ്പെടുന്ന മഴത്തുള്ളി, മഴയൊന്ന് നീണ്ടുപോയാൽ ആർക്കെങ്കിലും കഴിയുമോ വെള്ളം കൊണ്ടുവരാൻ? വരൾച്ച ദീർഘിച്ചു കഴിഞ്ഞാൽ കൃത്രിമമായി അത് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ കാണാൻ മനുഷ്യന് സാധിക്കുമോ? ഒരിക്കലുമില്ല. വാനലോകത്ത് നിന്ന് വർഷിക്കുന്ന മഴത്തുള്ളിയും അത് സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് വളരുന്ന ചെടികളും അത് ആഹരിച്ചുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മൃഗങ്ങളും ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിക്കുന്ന മേഘങ്ങളും കാറ്റുകളും, ഇങ്ങനെ ഏഴോളം വരുന്ന അത്ഭുതങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു പറയാണ്, തീർച്ചയായും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണം. റബ്ബ് ആരാണ് എന്നുള്ളത് തിരിച്ചറിയണം. കാരണം ഞാനും നിങ്ങളുമൊക്കെ ഈ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന് 6 അടി മണ്ണിൽ മറവ് ചെയ്ത് തിരിച്ചു പോരുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം എന്താണ്? മലക്കുകൾ വന്നുകൊണ്ടുള്ള ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്നാണ്. നിന്റെ റബ്ബ് ആരാണ് എന്നാണ്. 50, 60, 70, 80 കൊല്ലം ജീവിച്ചിട്ട് ആ റബ്ബ് ആര് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ റബ്ബിന്റെ സിഫാത്തുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ റബ്ബിൻ്റെതായ പ്രത്യേകതകളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച്, നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഖബറിൽ വെച്ച് എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഇസ്ലാം ഏറ്റവും ഗൗരവതരമായി പഠിപ്പിച്ച കാര്യം, മനുഷ്യ, നിന്റെ ഒന്നാമത്തെ ബാധ്യത നിന്റെ റബ്ബിനെ അറിയലാണ്. ആ റബ്ബ് ആരാണ് എന്നുള്ളത് തിരിച്ചറിയലാണ്.
വിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് ആയത്തുകളാണ് ഈ വിഷയത്തിൽ പടച്ചതമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖൽഖുൽ കൗൻ, ഈ പ്രപഞ്ചത്തെ റബ്ബ് സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നതാണ്. അള്ളാഹു പഠിപ്പിക്കുന്നു സൂറത്തുൽ ലുഖ്മാൻ 10-ാമത്തെ ആയത്തിലൂടെ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. തീർച്ചയായും ആകാശത്തെ അള്ളാഹു യാതൊരു തൂണുമില്ലാതെ അതിനെ നിങ്ങളുടെ മേലെ ഉയർത്തിയിരിക്കുന്നു. അതേ പ്രകാരം തന്നെ ഭൂമി നിങ്ങളെയും കൊണ്ട് ചരിയാതിരിക്കാൻ, ഭൂമിയുടെ ബാലൻസ് നിലനിർത്തക്കത്തക്ക വിധത്തിൽ പർവ്വതങ്ങളെയും റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു. ആ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ജന്തുജാലങ്ങളെ അവൻ ഒരുക്കിയിരിക്കുന്നു. അതേ പ്രകാരം വാനലോകത്ത് നിന്ന് നാം വെള്ളത്തെയും ഇറക്കി. ചെടികളിൽ വ്യത്യസ്തങ്ങളായ ഇണകൾ ആ വെള്ളം സ്വീകരിച്ചുകൊണ്ട് പൊട്ടിമുളക്കുന്നു. ഇതേ കാര്യം തന്നെ സൂറത്തുൽ ലുഖ്മാൻ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മാ വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. നീ കാണുന്നില്ലേ മനുഷ്യ, നീ നോക്കുന്നില്ലേ മനുഷ്യ, തീർച്ചയായും രാത്രിയെ പകലിൽ നിന്നും പകലിനെ രാത്രിയിൽ നിന്നും അല്ലാഹു ഊരിയെടുക്കുന്നു. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേത് വരുന്നു. എന്നിട്ടോ അത് മാത്രമല്ല, സൂര്യനെ റബ്ബ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അതേ പ്രകാരം തന്നെ ചന്ദ്രനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മാ. ഓരോന്നും ഒരു നിർണിതമായ അവധി വരെ അതാ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. 2024 ഇൻഷാ അല്ലാഹ് അടുത്ത പ്രഭാതം പൊട്ടിവിടരുമ്പോ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ 2024 കലണ്ടർ വാങ്ങി തൂക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാ 2024 ജനുവരി 1 എപ്പോഴാണ് സൂര്യാസ്തമയം എന്ന് നേരത്തെ എഴുതാൻ കഴിഞ്ഞത്? 2024 വരാനിരിക്കുന്ന ചന്ദ്രന്റെ ഗ്രഹണം എന്നാണ് എന്ന് വളരെ നേരത്തെ എന്തുകൊണ്ടാ എഴുതി വെക്കാൻ സാധിച്ചത്? ഇവയെല്ലാം റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയനുസരിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യാതെ, ഒരിക്കലും ഒരു വിധത്തിലുള്ള അക്രമവും കാണിക്കാതെ ആ റബ്ബിന് വിധേയമായിട്ടാണ് അവയൊക്കെ ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്ത് ഇബ്രാഹിമിലൂടെ അല്ലാഹു വീണ്ടും ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് ഇൻ യശാ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഏ മനുഷ്യ, നീ കാണുന്നില്ലേ ആകാശങ്ങളെയും ഭൂമിയെയും യഥാർത്ഥ വിധം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. നീ എന്തെങ്കിലും ഒരു അഭിപ്രായം നിനക്ക് പറയാൻ അവിടെ സാധ്യല്ല. ആകാശത്തിന്റെ ഘടന ഈ വിധത്തിലായിരുന്നില്ല വേണ്ടിയിരുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ഈ കോലത്തിലാണ് വേണ്ടിയിരുന്നത്. മാസങ്ങളുടെ കണക്ക് ഈ വിധത്തിലായിരുന്നില്ല വേണ്ടിയിരുന്നത്. ഒരഭിപ്രായവും നിനക്ക് പറയുക സാധ്യമല്ല. എല്ലാം സമ്പൂർണമാണ്, എല്ലാം കൃത്യമാണ്, ഒരു ന്യൂനതയും എവിടെയില്ല. ആ നിലക്ക് ഈ ലോകത്തെ പടച്ച തമ്പുരാൻ മനുഷ്യ, അവൻ ഉദ്ദേശിച്ചാൽ നിന്നെ അങ്ങ് നിർമാർജനം ചെയ്തിട്ട്, നിന്നെ അങ്ങ് തുടച്ചു നീക്കിയിട്ട് പകരം ഒരു സൃഷ്ടിപ്പ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം സഹോദര, അതൊരു വിഷയമേ അല്ല. കാരണം അത്ഭുതങ്ങളുടെ ലോകമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളവനാണവൻ. ഓരോ വസ്തുവിലുമുണ്ട് അത്ഭുതം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, അതിലെ ആയത്തുകൾ 100 കണക്കിന് ആയത്തുകൾ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ രണ്ടാമതായി മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ, നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്ക്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും ഉത്തമമായ വിധത്തിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഒരഭിപ്രായം പറയാനുള്ള ഒരു ചാൻസ് ഇവിടെ ഇല്ല. എന്തിനു വേണ്ടിയായിരുന്നു കണ്ണിന്റെ ഈ പുരികം? പറയാൻ സാധിക്കുമോ, വിമർശിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഈ ഇമവട്ടലുകൾ കണ്ണിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. ആ പുരികങ്ങൾ കണ്ണിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. ലോകത്തെ ഏത് ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഏറ്റവും ആധുനികമായ ക്യാമറയെ വെല്ലുന്ന ആ കണ്ണിന്റെ ഘടന ഏറ്റവും അത്ഭുതകരമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. 2 കണ്ണുകൾ നാം അവന് നൽകിയില്ലേ? അതേ പ്രകാരം ഒരു നാവും 2 ചുണ്ടുകളും നൽകിയില്ലേ? കണ്ണെന്ന അനുഗ്രഹം ഇങ്ങനെ
ഇങ്ങനെയായിരുന്നില്ല വേണ്ടിയിരുന്നത് പറയാൻ നമുക്ക് സാധ്യമല്ല. നാസാരന്ധ്രം, അതിലെ ശ്ലേഷ്മസ്തരം, അതിലെ രോമങ്ങൾ, അതിന്റെ സംവിധാനം ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് പറയാൻ കഴിയില്ല. കൈ ഭക്ഷണം കഴിക്കാൻ അത് ഇങ്ങോട്ട് മടങ്ങൽ ആവശ്യമാണ്. കൈമുട്ടിലെ വിജാഗിരി സന്ധി മുന്നോട്ട് മടങ്ങുന്ന വിധത്തിലാണ്, കാൽമുട്ടിലെ വിജാഗിരി സന്ധി പിന്നോട്ട് മടങ്ങുന്ന വിധത്തിലാണ്. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടാണ് ഇവിടുത്തെ വലിയ ഓട്ടക്കാർ പോലും മുന്നോട്ട് ഓടുന്നത്. മനുഷ്യന്റെ കൈ മുന്നോട്ട് മടങ്ങുന്നുവെങ്കിൽ കാല് പിന്നോട്ട് മടങ്ങുന്നു. നേരെ തിരിച്ചാണെങ്കിലോ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്തമമായ അവസ്ഥയിലാണ്, രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ തന്നെ ആംനിയോൺ, കോറിയോൺ, ഡെസിഡുവ എന്നീ 3 ആവരണങ്ങൾക്കുള്ളിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ പുറത്തു നിന്നുള്ള യാതൊരു ആഘാതവും ഏൽക്കാതെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൽ വളർത്തിക്കൊണ്ടുവന്നു റഹ്മാനായ റബ്ബ്. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഭൂമിയിലുള്ള വായു ശ്വസിക്കാനുള്ള വിധത്തിലുള്ള നാസാരന്ധ്രങ്ങളെ തന്നു. ഭൂമിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാനുള്ള ദഹന സംവിധാനത്തെ തന്നു. മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമുള്ള നിരവധി വരുന്ന എൻഡോക്രൈൻ ഗ്ലാൻസ്, അന്തസ്രാവ ഗ്രന്ഥികളെ തന്നു. സമ്പൂർണമായ ഏറ്റവും പെർഫെക്റ്റായ ഒരു സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖത ഫഖലഖനൽ അലഖത മുദ്ഗ ഫഖലഖനൽ മുദ്ഗത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനുഷ്യനെ മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. ആദം അലൈഹിസ്സലാമിനെ മണ്ണിന്റെ സത്തയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. പിന്നെയോ മനുഷ്യവർഗത്തെ പിന്നീട് നിരന്തരമായി തുടർച്ചയായി ബീജത്തിൽ നിന്ന് അവൻ രൂപപ്പെടുത്തി. ആ ബീജങ്ങൾ കൂടിച്ചേർന്ന് പുംബീജവും അണ്ടവും ചേർന്നുണ്ടായ സിക്താണ്ഡം, അലക്കെന്ന തൂങ്ങിക്കിടക്കുന്ന ഗർഭാശയത്തിൽ തൂങ്ങിക്കിടക്കുന്ന കൊച്ചു ഭ്രൂണം, അതിനെ മുളയാക്കി മാറ്റി ചവക്കപ്പെട്ട അപ്പത്തിന്റെ ഘടനയുള്ള 28 ദിവസം കഴിഞ്ഞാലുള്ള പ്രത്യേകമായ ഒരു രൂപഭാവം അതിന് നൽകി. പിന്നീട് അതിന്റെ പുറത്ത് പ്രത്യേകമായ സുരക്ഷിതത്വത്തിൻ്റെതായ ഒരു പ്രത്യേക ദ്രാവകം അല്ലാഹു ഏർപ്പെടുത്തി. പുറത്തു നിന്നുള്ള ഒരു ആഘാതം ഏൽക്കാത്ത നിലക്ക് സമ്പൂർണമായ സുരക്ഷിതത്വം വളർത്തിക്കൊണ്ടുവന്നു. മാത്രവുമല്ല, കോശത്തിലെ അവന്റെ ജനിതക ഘടന ഏറ്റവും അത്ഭുതകരമാക്കി. 23 ജോഡിയാണ് മറ്റു കോശങ്ങളിലുള്ളതെങ്കിൽ പുംബീജത്തിലും അണ്ടത്തിലും അത് 23 വീതം മാത്രമാക്കി. കാരണം കൂടിച്ചേരുമ്പോൾ അത് 23 ജോഡിയായി മാറും. ശരീരകോശങ്ങളിലെല്ലാം 23 ജോഡിയാണെങ്കിൽ മനുഷ്യന്റെ ബീജകോശങ്ങളിൽ മാത്രം 23 എണ്ണം വീതമാക്കി അല്ലാഹു സംവിധാനിച്ചു. പടച്ചതമ്പുരാന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതകരമായ കാര്യം. എന്നിട്ട് മനുഷ്യനോടുള്ള പറയാണ്, ഇതൊക്കെ വെറുതെ ആണോ സഹോദര? നേരത്തെ ഇവിടെ ബഹുമാന്യ സഹോദരൻ നാസർ കൗദി ആയത്തിൽ പഠിപ്പിക്കുന്ന പോലെ വെറുതെ സൃഷ്ടിച്ചതാണ് ഈ സംവിധാനമൊക്കെ വെറുതെയാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? രാത്രി സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ട് താമരശ്ശേരിയിലോ കൊടുവള്ളിയിലെയോ ആ ഫാസ്റ്റ് ഫുഡ് കേന്ദ്രത്തിൽ ചെന്ന് നല്ല ഭക്ഷണം അടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കിടന്നുറങ്ങിയതാണല്ലോ നീ. രാവിലെ എഴുന്നേറ്റപ്പോ വീണ്ടും നിനക്ക് വിശക്കുന്നുണ്ട്. ഉറങ്ങുമ്പോൾ നിന്റെ കണ്ണ് പ്രവർത്തിച്ചിട്ടില്ല, നിന്റെ കാത് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ നിന്റെ ദഹനേന്ദ്രിയ വ്യൂഹം അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കഴിച്ച താമരശ്ശേരി വെച്ച് കഴിച്ച, കൊടുവള്ളിയിലെ ഹോട്ടലിൽ വെച്ച് കഴിച്ച ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു സാധനം നിനക്ക് ദഹിക്കാതെ പോയാൽ നാളത്തെ നിന്റെ ദിവസം ഡിസോർഡർ ആകും. നിന്റെ യാത്ര നീ മാറ്റിവെക്കേണ്ടി വരും. ഒന്നും വേണ്ട, ഒരു 2-3 തവണ ടോയ്ലറ്റ് പോയാൽ മതിയല്ലോ. ഞാൻ എന്ന ഭാവത്തിൽ നടക്കുന്ന മനുഷ്യൻ ഏറ്റവും വലിയ ദുർബലനായി തീർന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ദുർബലനായിട്ടാണ്. മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പ് നടത്തിയ ലോകത്തിന്റെ രക്ഷിതാവ് വീണ്ടും പറയുന്നു, ആ റബ്ബിന്റെ സൃഷ്ടി സംവിധാനം, ഈ ലോകത്തുള്ള ചെടികളെ അവൻ എങ്ങനെ സംവിധാനിച്ചു? നീ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഉറപ്പുള്ള ഒരു ആവരണത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ്, സുഖസുഷുപ്തിയിൽ കഴിയാണ് ആ വിത്തിനുള്ളിലുള്ള ബീജപത്രങ്ങൾ. പക്ഷേ വാനലോകത്ത് നിന്ന് താഴോട്ട് വെള്ളം വർഷിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിലും വലിയ അത്ഭുതം. അല്ലാഹു ചോദിക്കുന്ന ചില ചോദ്യമുണ്ട് സഹോദര, നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു തന്ന വെള്ളമൊന്ന് വായിലേക്ക് വെക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ നിനക്ക് ഓർമ്മ വരാനുണ്ടോ? അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപാളികളിൽ നിന്ന് ഈ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തന്നത് നിങ്ങളാണോ അതല്ല നാമാണോ?
കത്തുന്ന വാതകമായ ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകമായ ഓക്സിജനും കൂടിച്ചേരുമ്പോൾ തീ ആളിപ്പടരുകയാണ് വേണ്ടതെങ്കിൽ തീയക്കെടുത്തുന്ന വെള്ളമാണ് ഉണ്ടാകുന്നത്. ആ വെള്ളം ജീവന്റെ ആധാരമാണ്. പത്രകോളങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്, വാനലോകങ്ങളിലേക്ക് ഗവേഷണ സംവിധാനങ്ങൾ മനുഷ്യൻ ഏർപ്പെടുത്തുമ്പോൾ, റോക്കറ്റുകൾ അയക്കുമ്പോൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് അവിടെ വെള്ളമുണ്ടോന്നാണ്. വെള്ളമുണ്ടെങ്കിലേ ജീവൻ ഉണ്ടാകുള്ളൂ. കോശത്തിന്റെ 99%, മൂത്രത്തിന്റെ 99%, അതേപ്രകാരം രക്തത്തിന്റെ 95%, വെള്ളമില്ല എന്ന് നമ്മൾ കരുതുന്ന അസ്ഥിയുടെ പോലും 16% ജലമാണെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് വെള്ളം എന്ന സംവിധാനം. നമുക്കറിയാം, സാധാരണ ഒരു സാധനം കാണണമെങ്കിൽ ഒന്ന് നിറമുണ്ടാകണം, നിറമില്ലാത്തതാണ് വെള്ളം. ഒരു സാധനം തിരിച്ചറിയണമെങ്കിൽ രുചി വേണം, രുചിയില്ലാത്തതാണ് വെള്ളം. പക്ഷേ വെള്ളത്തോളം രുചിയുള്ള മറ്റൊന്നുമില്ല. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായ വെള്ളത്തെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നു, ആ വെള്ളം പടച്ചതമ്പുരാൻ അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ ഒഴുകുന്ന വെള്ളത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ ആർക്ക് സാധിക്കും? ഇതൊക്കെ പറയുമ്പോ ആ പടച്ചോന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക എന്നതാണ് റബ്ബ് ഈ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. റഹ്മാനായ റബ്ബ് ലോകത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ, മൃഗങ്ങളെ അവൻ എങ്ങനെ സംവിധാനിച്ചു, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് വരുന്ന ജന്തുജാലങ്ങൾ എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള് വമാ ബസ്സ ഫീഹിമാ മിൻ ദാബത്തിൻ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. സൂറത്തു ശൂറ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, നോക്കൂ, വമിൻ ആയാതിഹി, പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ, ആ ആകാശഭൂമികളിൽ വ്യത്യസ്തങ്ങളായ ജന്തുജാലങ്ങളെയും നാം സംവിധാനിച്ചു. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, റഹ്മാനായ റബ്ബ് ആഗ്രഹിച്ചാൽ അവയെല്ലാം ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ വീണ്ടും അല്ലാഹു പറയുന്നു സൂറത്തു നഹ്ൽ 66-ാമത്തെ ആയത്ത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, വീട്ടിൽ വളർത്തുന്ന പശു, അതിന് വൈക്കോല്, പച്ചപ്പുല്ല്, അതുപോലെ തന്നെ പുണ്ണാക്കും കാലിത്തീറ്റൊക്കെ ചേർത്ത വെള്ളം, ഇതൊക്കെയാ കൊടുക്കുന്നത്. ആ പശുവിന്റെ ശരീരത്തിലൂടെ ഓടുന്നത് രക്തമാണ്. പക്ഷേ ആ രക്തത്തിന്റെ, ആ പശു കഴിച്ച വൈക്കോൽ ചണ്ടിയുടെ മൂത്രത്തിന്റെ ഇടയിലൂടെയാണ് ഈ ലോകത്തെ ഏറ്റവും പോഷക സമ്പൂർണമായ പാല് നമുക്ക് കിട്ടുന്നത്. സൂറത്തു നഹ്ൽ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, തീർച്ചയായും നാൽക്കാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള പാഠങ്ങളുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ, ആ മൃഗങ്ങളിൽ രക്തത്തിന്റെയും അതുപോലെ തന്നെ വൈക്കോൽ ചണ്ടിയുടെയും ഇടയിലൂടെയാണ് ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ, കുടിക്കേണ്ടുന്നവർക്ക് കുടിക്കാൻ കൊള്ളുന്ന ശുദ്ധമായ സ്വച്ഛമായ പാല് നിങ്ങൾക്ക് കിട്ടുന്നത്. മനുഷ്യന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സംവിധാനം. ആ മൃഗങ്ങളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഏറ്റവും വലിയ സമാഹാരമായിരിക്കുന്ന സമുദ്രങ്ങൾ, വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. അവനാണ് സമുദ്രങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്, അതിൽ നിന്ന് നിങ്ങൾ ആഹരിക്കാൻ. ലോകത്തെ മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ പ്രധാന കേന്ദ്രം സമുദ്രമാണ്. 79% കരയെ ചുറ്റി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം. അതുപോലെ തന്നെ ആഭരണങ്ങൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് മുത്തുകൾ, പവിഴങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് ധരിക്കാനുള്ള ചില വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആ വെള്ളത്തിലൂടെയാണ്. ആ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കപ്പൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്ത, ഒരു കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ, ഒരു സംഘം ആളുകൾ ഫലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കപ്പലിനെ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ 30% ബ്ലോക്കായി കിടക്കുകയാണ്. ഇത് നീണ്ടുപോയാൽ നാളുകൾ കൊണ്ട് ലോകത്തിന്റെ സാമ്പത്തിക ഘടന മാറുന്ന പറയുന്നത്. അത്രയേറെ കപ്പലാണ് ആ സൂയസ് കനാലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 100 കണക്കിന് വരുന്ന യുദ്ധവിമാനങ്ങളെപ്പോലും താങ്ങി നിർത്താനുള്ള കഴിവുള്ള കപ്പൽ ആർക്കമിഡീസ് പ്ലവനതത്വം കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ കപ്പലിനെ കുറിച്ച് മനുഷ്യനറിയാം. ഈ കപ്പൽ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കപ്പലിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത്, ആ കടലിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതാരാണ്? ഒന്ന് ചിന്തിക്കു മനുഷ്യ. ഇതിനൊക്കെ നിനക്ക് അല്ലാഹ് എന്നല്ലാതെ വേറൊരു ഉത്തരം നിനക്ക് കിട്ടുമോ?
ആ പടച്ചോന് തുല്യമായിട്ട് നിനക്ക് വെള്ളം തരുന്നതിൽ, നിനക്ക് ഭക്ഷണം തരുന്നതിൽ, മൃഗങ്ങളിലൂടെ നിനക്ക് പാല് തരുന്നതിൽ, നിനക്ക് യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി തരുന്നതിൽ ആരെന്ന ചോദ്യത്തിന് മനുഷ്യ ഒരൊറ്റ ഉത്തരമല്ലാതെ നിനക്ക് നൽകാൻ സാധിക്കുമോ? പിന്നെ നിനക്കൊരു രോഗം വന്നാൽ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ മക്കൾ ഗൾഫിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ജോലിയാകാൻ വേണ്ടി പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? നിനക്ക് കടബാധ്യതയുണ്ടെങ്കിൽ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? നിനക്ക് വെള്ളം തന്നത് ഒരേ ശക്തിയാണെങ്കിൽ, നീ ശ്വസിക്കുന്ന വായു നിനക്ക് തന്നത് ഒരേ ശക്തിയാണെങ്കിൽ, നീ കുടിക്കുന്ന വെള്ളം നിനക്ക് തന്നത് ഒരേ ശക്തിയാണെങ്കിൽ, ഈ ഭൂമിയെ നിനക്ക് വേണ്ടി വിധാനിച്ചത് ഏകനായ ഒരു ശക്തിയാണെങ്കിൽ, ജ്വലിക്കുന്ന സൂര്യനെ നിനക്ക് വേണ്ടി അധീനപ്പെടുത്തി തന്നത് ഒരേ ശക്തിയാണെങ്കിൽ, ആ റബ്ബ് നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ സഹോദര? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, തന്റെ അടിമക്കല്ല പോരെ, എന്റെ അടിമക്കല്ല പോരെ. നന്ദി ബോധം എന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. നന്ദി കാണിക്കാന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ്, എന്തായാലും ഞാൻ തിരിച്ചയാളോട് കടപ്പാടുണ്ട് എന്നുള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ ചൂണ്ടിക്കാണിച്ച് നമ്മളോട് ബഹളം വെച്ച് കൈ ഉയർത്തി കാണിച്ചാൽ, ആ സ്റ്റാൻഡ് തട്ടി നേരെയാക്കിയാൽ തിരിച്ച് നമ്മൾ അയാൾ കൈ കൊണ്ടൊന്ന് വിഷു ചെയ്യും. പെഡസ്ട്രിയൻ ക്രോസിലെ സീബ്ര ക്രോസിൽ കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരന് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ റോഡ് കുറുകെ കടക്കുമ്പോൾ അയാളൊന്ന് കൈ ഉയർത്തി നമ്മളോടൊന്ന് വിഷു ചെയ്യും. അതൊക്കെ മനുഷ്യന്റെ മൂല്യബോധത്തിൽപ്പെട്ട ഒരു ഉപകാരം ചെയ്തവനോട് നന്ദി കാണിക്കണമെന്ന്. എന്നാൽ ഒരു യാത്ര പോകുന്ന സമയത്ത് ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകുമ്പോൾ കുടിക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം നമ്മൾ വാങ്ങുകയാണെങ്കിൽ 20 രൂപ 30 രൂപ കൊടുക്കണം. എത്രയെത്ര വെള്ളമാണ് ഈ കഴിഞ്ഞ 4-5 മാസത്തിനിടയിൽ മഴയായി പേമാരിയായി പെയ്തിറങ്ങിയത്. നമ്മുടെ പറമ്പുകളിൽ, നമ്മുടെ കിണറുകളിൽ ബില്ലടച്ചിട്ടില്ല. രോഗിയായ ഉപ്പ പെട്ടെന്ന് തളർന്നു വീണ് വണ്ടിയെടുത്തിട്ട് കോഴിക്കോട്ടെ മിംസിലോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ കൊണ്ടുപോയി. സ്വകാര്യ ആശുപത്രികളിലെ ആഴ്ചകളിലെ ചികിത്സ കഴിഞ്ഞ് ഓക്സിജൻ സിലിണ്ടർ നാസാരന്ധ്രത്തിലേക്ക് ബന്ധിച്ച പിതാവ് മരണപ്പെട്ടല്ലെങ്കിൽ സുഖപ്പെട്ട് തിരിച്ചു പോരുമ്പോൾ നൽകുന്ന ബില്ലെന്താണ്? ലക്ഷങ്ങളാണ്. എന്തുകൊണ്ട്? ശ്വസിക്കാനുള്ള സംവിധാനം, ഓക്സിജൻ സിലിണ്ടർ, അതിന്റെ ബില്ലാണ്. ബില്ലടക്കാതെ എത്ര വർഷമായി വായു നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ റബ്ബ് നന്ദി അർഹിക്കുന്നില്ലേ? എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗൗരവതരമായ ഒരു കാര്യം അല്ലാഹ് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിരുന്ന കാലഘട്ടം ഇബ്രാഹിം അലൈഹിസ്സലാം ചവിട്ടി നടന്ന മണ്ണാണത്. തൗഹീദിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണത്. പക്ഷെ കാലം മുന്നോട്ട് നീങ്ങിയപ്പോ കാലകീലകളുടെ പിന്നാലെ അവർ പോയി. നേതാക്കൾ പറഞ്ഞു കൊടുത്തത് അവരനുസരിച്ചു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ മാർഗത്തിൽ, മലയാളത്തിൽ നമ്മൾ ആലങ്കാരികമായി പറയുന്ന അഗ്നി പരീക്ഷണം നേർക്ക് നേരെ നേരിടേണ്ടി വന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പോലും ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധന നടത്തുന്ന കൊടിയ ശിർക്കിലേക്ക് അവരെത്തിച്ചേർന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്ത് അവിടേക്ക് നിയോഗിച്ചപ്പോ ആ നബിയുടെ വ്യക്തിത്വത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ തന്നെ അല്ലമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ എന്ന പേര് അവർ നൽകിയിട്ടുണ്ട്. ഒരാൾക്കും രണ്ടഭിപ്രായമില്ലാത്ത മഹത്തായ വ്യക്തിത്വം. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരൊറ്റ കാര്യമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന ഈ ആരാധ്യ വസ്തുക്കളെ മുഴുവൻ വിട്ടുകൊണ്ട് ഏതൊരു റബ്ബാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ഏതൊരു റബ്ബാണോ സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത്, ഏതൊരു റബ്ബാണോ വായുവും വെള്ളവും ജീവനും നിങ്ങൾക്ക് നൽകിയത്, ആ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വേദനകൾ പറയാൻ പാടുള്ളൂ. ആ റബ്ബിനോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാൻ പാടുള്ളൂ. ആ റബ്ബിനോടല്ലാതെ നിങ്ങൾ സഹായം തേടാൻ പാടില്ല. ആ വിഷയം പറഞ്ഞപ്പോഴാണ് അവർ കല്ലെറിഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് അവർ ജ്യോത്സ്യനെന്ന് വിളിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് അവർ കവി എന്ന് ആരോപിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് അവർ മാരണക്കാരനെന്ന് വിളിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് അവർ കല്ലെറിയുകയും ആ തിരുശരീരത്തിൽ നിന്ന് ചുടുചോര പൊട്ടി ഒഴുകുകയും ചെയ്തിട്ടുള്ളത്. ഏതൊരാൾക്കും ജനിച്ചു വളർന്ന വീടും കളിച്ചു വളർന്ന നാടും സ്വന്തം ജീവനേക്കാളേറെ പ്രിയപ്പെട്ടതാണെങ്കിൽ മക്കയിൽ നിന്ന് 100 നാഴികൾക്കകലെയുള്ള മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നടത്തേണ്ടി വന്നത് ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയല്ല, വിവാഹം നടത്താൻ വേണ്ടിയല്ല, ആ നാട് കീഴ്പ്പെടുത്താൻ വേണ്ടിയല്ല. മറിച്ച് ഞാൻ ഇത്രയും സമയം വിശദീകരിച്ച നേർക്ക് നേരെ ബുദ്ധിയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച തമ്പുരാന് തുല്യമാകാൻ ഒരാൾക്കും സാധ്യമല്ല. ലൈസ കമിസ്ലിഹി ശൈ, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല. വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, ആ റബ്ബിന് നിങ്ങൾ ഉപമകൾ പറയാൻ പാടില്ല. പടച്ചവനെ പോലെ കേൾക്കുമെന്ന് പറയാൻ, പടച്ചവനെ പോലെ കാണുമെന്ന് പറയാൻ, പടച്ചവനെ പോലെ ഉത്തരം ചെയ്യുമെന്ന് പറയാൻ പാടില്ല സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്.
അതുകൊണ്ട് നെല്ലും പതിരും വേർതിരിച്ചിട്ട് ആ 14 നൂറ്റാണ്ട് മുമ്പുള്ള ജനതയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് ചോദിച്ചാൽ നൽകുന്ന ഉത്തരം, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുന്നത്, ഇതിനൊക്കെ ഉത്തരമെന്ന് ഏതൊരു മനുഷ്യനും മതവിശ്വാസിയും പറയുന്ന മറുപടി എന്താ? അല്ലാഹ് എന്നാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹുവാണ്. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. സൂറത്ത് സുമർ 38-39 ആയത്തുകളിലൂടെ അല്ലാഹു പറയാണ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. എന്നാൽ റബ്ബിനു പുറമെ അവർ വിളിച്ചു തേടുന്ന ആളുകളെ കണ്ടില്ലയോ? എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു എൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചാൽ ആ ബുദ്ധിമുട്ട് നീക്കാൻ സാധിക്കുന്നവരാണോ അവർ? അല്ലാഹു എനിക്കൊരു റഹ്മത്ത്, ഒരു കരുണ ചൊരിയാൻ ഉദ്ദേശിച്ചാൽ അതിനെ തട്ടിമാറ്റാൻ കഴിയുന്നവരാണോ അവർ എന്നവരോട് ചോദിക്കുക. ഒരിക്കലുമല്ല. ഖുൽ ഹസ്ബി അല്ലാഹ്, പറയുക പ്രവാചകരെ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്ന ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. നമ്മൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഇതാ ഇറങ്ങുന്നത്, റബ്ബിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വണ്ടി കയറി കഴിഞ്ഞാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന നാഥൻ എത്ര പരിശുദ്ധനാണ്, അവന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നില്ല. തീർച്ചയായും നാം ആ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. പടച്ചവനോടാ പ്രാർത്ഥന. ആ വണ്ടിയായിട്ട് ഇങ്ങനെ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങക്കാടിന്റെ മുന്നിലെത്തുമ്പോൾ ഇത് ചൊല്ലിയ മനുഷ്യന് വിശ്വാസം പോരാ, വീട്ടിൽ നിന്ന് ഏൽപ്പിച്ചത് റബ്ബിനെയാണ്. വിശ്വാസം പോരാ, ഹെയർപിൻ വളവിൽ വെച്ച് അപകടം പറ്റും. അപ്പൊ ആ റബ്ബിന്റെ സഹായം പോരാ. അതേ പ്രകാരം വണ്ടി കയറിയപ്പോ പടച്ചോനോടാ പറഞ്ഞത്. ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ പറഞ്ഞതിന്റെ അർത്ഥമറിയാമെങ്കിൽ, സഹോദരങ്ങളെ, എന്തിനീ നാണയമെറിയൽ? പടച്ചവനെ പോലെ സഹായിക്കാൻ, അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെ മറമാടപ്പെട്ട ആളുകൾക്ക് സാധിക്കും എന്നതല്ലേ ആ പണം എറിയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്? അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സംവിധാനം മുഴുവൻ മനുഷ്യരല്ലാത്ത മനുഷ്യർക്കും ജിന്നുകൾക്കാണ് അള്ളാഹു സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി വസ്തുക്കളെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത്. മുഴുവൻ വസ്തുക്കളും അവന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മനുഷ്യരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും. ഈ ലോകത്ത് പടച്ചതമ്പുരാൻ ഏർപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥ, അള്ളാഹുവിന്റെ സംവിധാനം, അത് തൗഹീദിൽ അധിഷ്ഠിതമാണ്. അതിൽ ആരാ നാശം ഉണ്ടാക്കുന്നത്? മനുഷ്യനാണ്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയെ നാം പരിശുദ്ധമാക്കിയ ശേഷം, നന്നാക്കി തീർത്ത ശേഷം ആ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. വദ്ഉഹു ഖൗഫൻ വതമആ. ഭയത്തോടും പ്രതീക്ഷയോടും കൂടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യൂ. അല്ലാഹ് പറയാണ്, ഭയത്തോടും പ്രതീക്ഷയോടും കൂടി പടച്ചോനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അല്ലാഹ് ഇവിടെ എല്ലാം നന്നാക്കി ഇസ്ലാഹ് വരുത്തിയിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ആ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്ന കാര്യം സഹോദരങ്ങളെ വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയില്ലേ സഹോദരങ്ങളെ? മൃഗങ്ങളെപ്പോലെ തിന്നും കുടിച്ചും ആസ്വദിച്ചും അങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയോ ജീവിതം? എന്തിനാ അള്ളാഹു ഈ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ളത്? ഈ പരിശുദ്ധമായ ഖുർആൻ റബ്ബ് നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് നിങ്ങളെ വഴി കാണിക്കുന്നത്. എൻ്റെ വിശ്വാസ കാര്യത്തിൽ ഞാൻ ഏതാണ് മുറുകെ പിടിക്കേണ്ടത്? ഞാൻ ആരോടാണ് ദുആ ചെയ്യേണ്ടത്? എൻ്റെ നേർച്ചയും എൻ്റെ വഴിപാടുകളും എങ്ങനെയാകണം? അത് ഖുർആനാണ് എനിക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ കുടുംബ ജീവിതം എങ്ങനെയാകണം? എൻ്റെ ദാമ്പത്യ ബന്ധം എങ്ങനെയാകണം? എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാകണം? അയൽക്കാരുമായി, എൻ്റെ കീഴിലെ ജോലിക്കാരുമായി, എൻ്റെ ബോസുമായി, എൻ്റെ സുഹൃത്തുക്കളുമായി, നാട്ടിലെ അഗതികളും അനാഥരുമായി, അങ്ങനെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന മുഴുവൻ മനുഷ്യരുമായുള്ള എൻ്റെ പെരുമാറ്റം എങ്ങനെയാകണം? ഇതൊക്കെ എവിടുന്നാ കിട്ടുക? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഏറ്റവും ചൊവ്വായതിലേക്കാണ് തീർച്ചയായും ഈ ഖുർആൻ നിങ്ങളെ വഴി കാണിക്കുന്നത്. അപ്പൊ രക്ഷപ്പെടണം എന്ത് വേണം? ഖുർആൻ വേണം. അതിനോടുള്ള ആദരവ് കൊണ്ട് നല്ല പട്ടിനുറയിൽ പൊതിഞ്ഞ് തട്ടിൻ പുറത്ത് ഭദ്രമാക്കി വെക്കേണ്ടതല്ല. റമദാൻ മാസം വരുമ്പോൾ കുറച്ച് പ്രായം ചെന്ന ആളുകൾ മാത്രം അത് എടുത്ത് ഓതാനുള്ളതല്ല.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് വഴി നയിക്കപ്പെടാൻ സകല മനുഷ്യർക്കും വേണ്ടി റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. എന്തിനുള്ളതാണ് ആ ഖുർആൻ? അതിൻ്റെ അക്ഷരങ്ങൾ പിഞ്ഞാണപാത്രത്തിനടിയിൽ മഷി കൊണ്ട് എഴുതിയിട്ട് കലക്കി കുടിക്കാനുള്ളതല്ല. മരിച്ച വീട്ടിൽ അത് ഓതിയിട്ട് കൈമടക്ക് വാങ്ങാനുള്ളതല്ല. ധാരമുറിയാതെ ഓതണമെന്ന് പറഞ്ഞിട്ട് മരിച്ച മനുഷ്യനെ മറമാടിയ സ്ഥലത്ത് പനയോല കൊണ്ട് കെട്ടിയുണ്ടാക്കി അതിൽ വെച്ചിട്ട് തുടർച്ചയായ ദിനങ്ങൾ ഓതാനുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാണ് ഈ ഖുർആൻ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിൽ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാനും ബുദ്ധിയുള്ള ആളുകൾക്ക് റബ്ബിനെ ഓർക്കാനും വേണ്ടിയുള്ളതാണ്. ചിന്തക്ക് വിധേയമാകണം. ആ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പഠിക്കണം. അതിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തേണ്ടത്. ആ ഖുർആനിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങളെ രൂപപ്പെടുത്തേണ്ടത്. ആ ഖുർആൻ ആരാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാഥത്വത്തിന്റെ മുഴുവൻ വേദനകളും അനുഭവിച്ച്, ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ച് 6-ാം വയസ്സിലെത്തിയപ്പോൾ മാതാവും മരണപ്പെട്ട് സമ്പൂർണനായ ഒരു അനാഥ ബാലനായി ഹലീമ ബീവിയുടെ വീട്ടിലെ പുക നിറഞ്ഞ സാഹചര്യത്തിൽ വളർന്നു വന്ന് അവരുടെ മക്കളോടൊപ്പം ആടുകളെ മേച്ച് വളർന്നു വന്ന ബാല്യവും, അത് കഴിഞ്ഞ് മൂത്താപ്പ അബൂ താലിബിന്റെ കൂടെയുള്ള കച്ചവട യാത്രകളും കഴിഞ്ഞ് ജീവിതത്തിലെ ഗണ്യമായൊരു ഭാഗം കഷ്ടപ്പാടിലും വേദനയിലും കഴിഞ്ഞുപോയ പ്രവാചകൻ, നാട്ടിൽ മുഴുവൻ തിന്മ വ്യാപിച്ചൊരു സമയം, ജനിച്ച കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാൻ തയ്യാറായിരുന്ന ഒരു ജനത, ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരിവള്ളിക്ക് താഴെ മറവു ചെയ്യണമെന്ന് കവിത എഴുതാൻ മാത്രം മദ്യാസക്തരായിരുന്ന ഒരു ജനത, ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ കൃഷിഭൂമിയിൽ പ്രവേശിക്കുന്നു, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഒരാളും കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ മറ്റൊരു ഗോത്രക്കാരും എന്ന കാരണത്താൽ നീണ്ട പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തിരുന്ന യുദ്ധക്കൊതിയന്മാരായിരുന്ന ഒരു ജനത, അവിടേക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. 23 വർഷക്കാലം എന്ന നിസ്സാരമായൊരു കാലം കൊണ്ട് ആ ജനതയെ മുഴുവൻ മാറ്റിയെടുത്തു. രാത്രിയുടെ ദീർഘമായ അന്ത്യയാമങ്ങളിൽ പോലും ചെറ്റക്കുടിലുകളിലേക്ക് കടന്നു ചെന്ന് വൃദ്ധകളെപ്പോലും വ്യഭിചരിച്ചിരുന്ന അതേ ജനത ഖുർആൻ കൊണ്ട് മാറിയപ്പോൾ അതേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒറ്റക്ക് എഴുന്നേറ്റ് നിന്ന് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന തഖ്വയുടെ ഏറ്റവും മഹത്തായ പ്രതിരൂപങ്ങളായി അവർ മാറി. യുദ്ധക്കൊതിയന്മാരായിരുന്ന, പരസ്പരം കഴുത്തറുത്തിരുന്ന അതേ ജനത യർമൂക്കിന്റെ യുദ്ധഭൂമിയിൽ, ആദർശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭൂമിയിൽ മുറിവേറ്റ് വീണപ്പോ തനിക്ക് വേണ്ടി നൽകപ്പെട്ട ദാഹജലം സമീപത്ത് നിന്ന് കരയുന്നവന് കൊടുക്കാൻ ആംഗ്യം കാണിച്ച് അത് കൈമാറിപ്പോയി അവസാനം ആർക്കും അത് കിട്ടാതെ മരിച്ചു പോകുന്ന ലോകത്തെ തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ സഹാനുഭൂതിയുടെ ഉത്തമമായ മാതൃകയായ ആ ജനത മാറി. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന അതേ ജനത, ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും, എന്തൊരു തെറ്റിന്റെ പേരിലാണ് അവൾ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ ആ ജനത മാറി. സ്ത്രീയെ ആദരിക്കുന്നവരായി, സ്ത്രീക്ക് സ്വത്തവകാശം നൽകുന്നവരായി, ആരാധനാലയത്തിന്റെ വാതിലുകൾ സ്ത്രീക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ആ ഭർത്താക്കളായ ആളുകളുടെ കൂടെ ദീനിന്റെ കാര്യങ്ങളിൽ പങ്കാളികളായി തീർന്നു. അവര് ദീന് പഠിക്കാനുള്ള അവരുടെ താല്പര്യം കണ്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്ത്രീകളെ പ്രശംസിച്ചു സംസാരിച്ചു. അങ്ങനെ സ്ത്രീയെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ജനത, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, മകൾ എന്ന നിലക്ക് അവളോട് കാരുണ്യം കാണിക്കണം. 2 പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ട്, അവളെ നിങ്ങൾ സ്നേഹം നൽകി വളർത്തിക്കൊണ്ടുവന്നാൽ, ആൺകുട്ടികൾക്ക് അവളേക്കാൾ പ്രാധാന്യം നൽകാതെ വളർത്തിക്കൊണ്ടുവന്നാൽ ഞാനും അവരും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് സമീപസ്ഥമായ വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗവും അവർ മാറിയത് എങ്ങനെയാ? വിശുദ്ധ ഖുർആൻ അവർ നെഞ്ചേറ്റിയപ്പോഴാണ്. ആ ഖുർആനിന്റെ ആശയം അവർ ഉൾക്കൊണ്ടപ്പോഴാണ്. അപ്പോൾ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയിരിക്കുന്ന കിതാബുകളല്ല, ആരെങ്കിലും എഴുതിയുണ്ടാക്കിയ വാറോലകളല്ല, അന്ത്യനാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യനും വേണ്ടി മനുഷ്യന്റെ റബ്ബായ റഹ്മാനായ നാഥൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, അത് നമുക്ക് എത്തിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് ഹിജ്റ നടത്തിയത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. ഈ ഖുർആൻ നമുക്ക് എത്തിച്ചു തരാൻ, ഈ പരിശുദ്ധ ദീന് നമുക്ക് എത്തിച്ചു തരാൻ. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാകണം? ഉപ്പയോട് സ്നേഹമുണ്ടാകണം, ഉമ്മ
ഉമ്മയോട് സ്നേഹമുണ്ടാകണം, ഭാര്യയോടും മക്കളോടും സ്നേഹമുണ്ടാകണം. എന്നാൽ അതിലേറെ നമുക്ക് സ്നേഹമുണ്ടാകേണ്ടത് നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന റസൂലുള്ളാഹ് ഖന്തക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നേരെ നിൽക്കാൻ പ്രയാസപ്പെട്ടപ്പോ പാറക്കല്ല് ദേഹത്ത് വെച്ച് കെട്ടി ആ യുദ്ധം നയിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർ ഉപരോധിച്ചപ്പോ, പട്ടിണി കിടത്തപ്പോ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് ആടുകൾ വിസർജിക്കുന്ന പോലെ വിസർജനം നടത്തേണ്ടി വന്ന പീഡനത്തിന്റെ കാലത്ത് പോലും ഈ മതത്തെ കൈവിടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ജനത ഇത് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാലോ എന്ന് തോന്നിപ്പോകുമാർ ഈ സമുദായത്തെ സ്നേഹിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഹ്മാനായ റബ്ബ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് നൽകിയ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമാണ്. നിങ്ങളിലേക്ക് ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തവനാണ് ആ വ്യക്തിത്വം. അതേ പ്രകാരം നിങ്ങളോട് അങ്ങേയറ്റം അനുകമ്പയുള്ള വ്യക്തിത്വമാണത്. വിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റം കരുണയുള്ള വ്യക്തിത്വമാണത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വെച്ച് പുലർത്തുക എന്നാണ്. ആ സ്നേഹം നമ്മൾ എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ദീൻ അതേ വിധത്തിൽ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ്. അവസാനം വിട പറയുന്ന സന്ദർഭത്തിലും അവിടുന്ന് ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് ത്യാഗം സഹിച്ചതൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമായ തൗഹീദ് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. റുബൂബിയ്യത്തിന്റെ നിരവധി വരുന്ന ആയത്തുകൾ അവിടെ ഓതിക്കൊടുത്തു. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ഇൻഷാ അല്ലാഹ് എന്റെ വഴിയെ വിശദീകരിക്കപ്പെടും നിരവധി വരുന്ന വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ടാണ് ആ സമൂഹത്തെ മാറ്റിയെടുത്തത്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം സഹാബത്തിനാൽ താങ്ങിയെടുക്കപ്പെട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെടുകയും ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുകയും ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് അടുത്ത ദിനങ്ങളിൽ രോഗം മൂർച്ഛിക്കുന്നു. അവസാനം വിട പറയുന്ന ദിവസം ആയിഷ റളിയല്ലാഹു തആല സമീപത്തുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ലോകം കണ്ട മഹാൻ എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ആ വിട പറയലിൻ്റെ നിമിഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എൻ്റെ കയ്യിലേക്ക് നോക്കിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ദന്തശുദ്ധി വരുത്തൽ. സക്രാത്തിൽ മൗത്തിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നു ദന്തശുദ്ധി വരുത്താൻ എന്നത് എനിക്ക് മനസ്സിലായി. എന്റെ കയ്യിലുള്ള പരുവരുത്ത മിസ്വാക്ക് വായിൽ വെച്ച് കടിച്ച് പദം വരുത്തി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദന്തശുദ്ധി വരുത്തി കൊടുത്തു. ആ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. എന്താണ് ആ ചുണ്ടുകൾ പഠിപ്പിച്ച കാര്യം? 23 വർഷക്കാലം ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തി അതേ കാര്യമാണ് അവസാനത്തെ ശ്വാസത്തിലും പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയാറില്ലേ മരിച്ചുപോയ നമ്മുടെ ഉപ്പയെ കുറിച്ച്? എൻ്റെ ഉപ്പാക്ക് അവസാനത്തൊരു വസിയ്യത്ത് ഉണ്ടായിരുന്നു, അതെന്തായാലും നടപ്പാക്കണം. എൻ്റെ ഉമ്മന്റെ ഒരു വസിയ്യത്താണത്, അതെന്തായാലും നടപ്പാക്കും. ഉപ്പയേക്കാളും ഉമ്മയേക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകേണ്ടുന്നത് ആരാണ്? നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹിയുടെ അവസാനത്തെ വസിയ്യത്ത് എന്താണ്? ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ തങ്ങളുടെ നബിമാരുടെ, അമ്പിയാക്കളുടെ ഖബറുകളെ സുജൂദിന്റെ സ്ഥലാക്കി കളഞ്ഞു. ഖബറുകൾ ചെന്ന് പോയിട്ട് പ്രവാചകന്മാരുടെ ഖബറുകൾ ചെന്ന് സുജൂദ് ചെയ്യുന്നവരായി അവർ മാറി. അതുകൊണ്ട് എൻ്റെ അനുയായികളെ, നിങ്ങളോട് എനിക്ക് നൽകാനുള്ള വസിയ്യത്ത്, ലാ തജ്അലൂ ഖബ്രി വസനൻ യുഅബദ് ലാ തജ്അലൂ ഖബ്രി ഈദാ. എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ. എൻ്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷ സ്ഥലമാക്കരുതേ. ഖബർ സന്ദർശിക്കൽ സുന്നത്താണ്, ശ്രേഷ്ഠമായ അമലാണ്. കാരണം തുദക്കിറുഹുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും. എൻ്റെ കൂടെ അങ്ങാടിയിൽ ഇരുന്നവനാണിവൻ, എൻ്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുടെ ഖബറാണിത്. മദ്രസയിൽ എൻ്റെ സഹപാഠിയായിരുന്നവന്റെ ഖബറാണിത്. എൻ്റെ ജ്യേഷ്ഠന്റെ ഖബറാണിത്. എൻ്റെ അനുജന്റെ ഖബറാണിത്. എനിക്ക് മുമ്പേ യാത്രയായ എൻ്റെ പെങ്ങളുടെ ഖബറാണിത്. ഓരോ ഖബറും ജീവിതത്തിലെ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഖബർ സന്ദർശിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ഖബറിനെ നിങ്ങൾ കെട്ടി ഉയർത്തരുതേ. ജൂത ക്രൈസ്തവ
ക്രൈസ്തവ സമൂഹത്തിന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം അവർ പ്രവാചകന്മാരുടെ ഖബറുകളെ ആഘോഷ സ്ഥലമാക്കി എന്നതാണ്. എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലാക്കരുത്. ആ റസൂലുള്ളയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ ശ്വാസത്തിൽ പോലും പഠിപ്പിച്ച ഈ കാര്യത്തോട് ഗൗരവത്തോടു കൂടിയുള്ള സമീപനം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഇത് ദീനാണ്, പരലോകത്തിന്റെ വിഷയമാണ്, ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന കാര്യമാണ്. ആ ഗൗരവം കാരണമാണ് അവസാനത്തെ ശ്വാസത്തിൽ പോലും ഖബർ ആരാധനയെ കുറിച്ച്, ഖബറിനെ സുജൂദിന്റെ കേന്ദ്രമാക്കുന്നതിനെതിരെ, ഖബറിനെ പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ കേന്ദ്രമാക്കുന്നതിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് വിഷയത്തിന്റെ മറ്റു വിശാലമായ തലങ്ങൾ വഴി ഇവിടെ പരാമർശിക്കപ്പെടും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം വെറും കളിയും ചിരിയും തമാശയായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ളതല്ല. നമുക്കൊരുപാട് ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്, അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പള്ളിയിലെ അതിന്റെ സൈഡ് റൂമിൽ വെച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിൽ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിലേക്ക് കയറി വരാനുള്ളതാണ്. നമുക്കേവർക്കും ഒരു യാത്രയുണ്ട്. ആ യാത്ര എപ്പോൾ എന്നത് അറിയിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് എല്ലാ വസ്തുക്കളും, ഏത് വിപണന വസ്തുവിനും ഗ്യാരണ്ടിയും വാറണ്ടിയും ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയും നൽകാൻ ലോകത്തൊരു സംവിധാനവുമില്ല. ഏത് ഭക്ഷണവും അവസാനത്തെ ഭക്ഷണമാകാം, ഏത് യാത്രയും അവസാനത്തെ യാത്രയാകാം, ഏത് നമസ്കാരവും അവസാനത്തെ നമസ്കാരമാകാം, ഏത് ഉറക്കവും അവസാനത്തെ ഉറക്കമാകാം, ഏത് സംസാരവും അവസാനത്തെ സംസാരമാകാം. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ജീവിതത്തെ നോക്കിക്കാണാനും ഞാൻ എൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് സ്വന്തം മനസ്സിനോട് ചോദിക്കാൻ, പരലോകത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നത്, സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമാകണം ഒരു മുഅ്മിനിന്റെ ജീവിതം. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ് വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ വമാ മലകത് ഐമാനുക്കും, നിന്റെ ബന്ധുവായ അയൽവാസിക്കും ബന്ധുവല്ലാത്ത അയൽവാസിക്കും, അതുപോലെ തന്നെ അഗതികൾക്കും അനാഥർക്കും നിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കും യാത്രക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നന്മയാകണം. ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റുന്നവനാകണം നീ. കരയിപ്പിക്കുന്നവനാകരുത്, കണ്ണുനീർ തുടക്കുന്നവനാകണം. പ്രയാസപ്പെടുത്തുന്നവനാകരുത്, പ്രയാസങ്ങൾ നീക്കുന്നവനാകണം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടില്ലേ? എന്താണ് അവന്റെ പ്രത്യേകത? ഒന്ന്, അവൻ അനാഥനെ ആട്ടിയകറ്റുന്നവനാണ്, അനാഥന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അതേപോലെ തന്നെ അഗതികൾക്ക് ആശ്വാസം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം നൽകുന്നതിന് പ്രോത്സാഹനം നൽകുന്നില്ല. നമസ്കാരക്കാർക്കാണ് നാശം. ആര്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരും അതിൽ അശ്രദ്ധരായിട്ടുള്ള ആളുകളും. എന്നിട്ട് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു വയംനഊനൽ മാഊൻ, ഉപകാര വസ്തുക്കളെ തടയുക, ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉപകാരങ്ങളെ തടയുക. അങ്ങനെ ആവരുത് നമ്മൾ. പല പ്രദേശങ്ങളും പലപ്പോഴും പള്ളിയിലൊക്കെ ആളുകൾ മുന്നിലെ സോഫിലുണ്ടാകും, പക്ഷെ ജീവിതത്തിൻ്റെ മറ്റ് തലങ്ങൾ ആളുകൾക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിലാണ്. ചിലയിടങ്ങളിൽ വിവാഹം മുടക്കുക എന്നുള്ളത് ഒരു ഏർപ്പാടാണ് ആളുകൾക്ക്, കല്യാണാലോചനകൾ മുടക്കുക. എന്നാൽ നേരിട്ട് കാണുമ്പോൾ സന്തോഷവും സുഖവും ഒക്കെ പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മയ്യത്ത് നമ്മുടെ വീടിന്റെ സ്വീകരണ റൂമിൽ, നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാളിൽ ഒരു പലകയുടെ മുകളിൽ കിടത്തി വെള്ളപ്പുതപ്പിട്ട് കിടത്തപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ആളുകൾ കാണാൻ വേണ്ടി വരും, ക്ഷണിക്കാതെ ആളുകൾ വരുന്ന ദിവസമാണ്. മറ്റേത് പ്രോഗ്രാമിനും ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ് വരിക, ക്ഷണിക്കാതെ കേട്ടറിഞ്ഞു വരും. അന്നത്തെ ദിവസം വരെ നമ്മുടെ വസ്ത്രം നമ്മളാണ് അണിഞ്ഞതെങ്കിൽ ആ ദിവസം നമ്മുടെ വസ്ത്രം മറ്റുള്ളവരാണ് അണിയിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞുള്ള ആ യാത്ര ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മയ്യത്ത് നാട്ടിലെ സമീപസ്ഥമായ പള്ളിയിൽ വെച്ചിട്ട് ആളുകൾ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും. ആ നേരത്ത് മകനോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവോ പറയും, ഉപ്പ അല്ലെങ്കിൽ വല്യുപ്പ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉപദ്രവാർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കി കൊടുക്കണം. സഹോദരങ്ങളെ, ആ മനുഷ്യന് ചോദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, മക്കൾ ചോദിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുവോ? പിന്നിൽ നിൽക്കുന്ന ആളുകളിൽ ആരുടെയെങ്കിലും മനസ്സിൽ നമ്മൾ കാണിച്ച അക്രമം, നമ്മളുണ്ടാക്കിയ വേദന, നമ്മൾ അയാൾക്ക് ചെയ്ത ഉപദ്രവം, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ അവസ്ഥ? അതുകൊണ്ട് നന്മ നൽകുക, നന്മയുടെ മാതൃകയായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക, ആ നന്മ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നിർബാധം നാം നടത്തിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് അന്ത്യനിമിഷം ഏറ്റവും അടുത്താണ് എന്നുള്ളത് മനസ്സിലാക്കി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷകരമായ ഒരു അന്ത്യം,
പടച്ച തമ്പുരാന്റെ സ്വർഗത്തിൽ വെച്ച് പരസ്പരം ആശീർവാദനത്തിന്റെ സന്തോഷത്തിന്റെ വാക്കുകൾ കൈമാറാൻ സാധിക്കുന്ന ഏറ്റവും സന്തോഷ നിർവൃതി സമ്പൂർണമായി ലഭിക്കുന്ന ഒരു സമയം. അള്ളാഹു ആ മഹത്തായ സമ്മാനം നൽകി, ആ അനുഗ്രഹം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. പടച്ച തമ്പുരാൻ ഏൽപ്പിച്ച ബാധ്യത അള്ളാഹിനെ അറിയുക, അള്ളാഹിന്റെ ദീന് പഠിക്കുക. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ പലതും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതിനെതിരാണെങ്കിൽ ഒരു മുൻധാരണയില്ലാതെ തിരുത്തുക. കാരണം ഇത് ആഖിറത്തിന്റെ വിഷയമാണ് എന്നതുകൊണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ പിന്നിലുള്ളത് യാതൊരു നിലക്കുള്ള ഭൗതിക താല്പര്യങ്ങളുമല്ല, പരലോകത്തെ പ്രതിഫലം മാത്രം. പടച്ച തമ്പുരാന്റെ അടുക്കലെത്തിയിട്ട് നിന്റെ അറിവ് നീ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി, നിന്റെ ആയുസ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത അതുമാത്രമാണ്. ഈ മഹത്തായ ദൗത്യം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം. വിശ്വാസരംഗത്തുള്ള ചൂഷണങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റ് തിന്മകളുടെയും അപകടങ്ങളിൽ നിന്ന് യുവസമൂഹത്തെ, പുതിയ തലമുറയെ രക്ഷപ്പെടുത്താൻ, ലിബറലിസം പോലെയുള്ള, നിരീശ്വരവാദം പോലെയുള്ള ഏറ്റവും അപകടകരമായ ചിന്താഗതികളിൽ നിന്ന് വളരുന്ന തലമുറയെ രക്ഷപ്പെടുത്താൻ ഒറ്റ പരിഹാരമേ ഉള്ളൂ: ദീന് പഠിപ്പിച്ചു കൊടുക്കുക. സൂറത്തുൽ ലുഖ്മാനിലൂടെ ലുഖ്മാൻ റഹിമഹുല്ല, ആ മഹാനായ വ്യക്തിത്വം, തൻ്റെ മകന് നൽകുന്ന ഉപദേശം, അതിൻ്റെ സാരാംശം എന്നും പ്രസക്തമാണ്. അത് മാത്രമേ ഉള്ളൂ പരിഹാരം ലോകത്തെ നന്നാക്കാൻ. ആ മഹത്തായ പരിഹാരത്തിൻ്റെതായ ഖുർആനും സുന്നത്തും എന്ന ഈ മഹത്തായ രണ്ട് മാനദണ്ഡങ്ങളെ ഉയർത്തിപ്പിടിച്ച് അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് നാം മുന്നോട്ട് നീങ്ങുക. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ അകറ്റണമേ. പലസ്തീനിൻ്റെ മണ്ണിൽ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.